ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് 5 ഡോർമാറ്റ് ഐഡിയാസ് ആണ്. 5 തരത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അടിപൊളി ഡോർമാറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് നമുക്ക് പഴയ ഷോളോ നൈറ്റിയോ ചുരിദാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് കുറച്ച് പഴയ ഷോളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡോർമാറ്റാണ്. ഈ ഒരു ടൈപ്പ് ഷോളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഷോളും യൂസ് ചെയ്യാവുന്നതാണ്. കോട്ടൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ വേറൊരു ഷോൾ വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഷോളൊക്കെ ഞാൻ പകുതി മടക്കിയതിന് ശേഷമാണ് ഇങ്ങനെ വെക്കുന്നത്. ഇനി ഇതിന് മുകളിൽ 2 ഷോളും കൂടെ വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ടോട്ടൽ 4 ഷോളുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാനിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വരച്ച ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ 4 സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലുള്ള പീസസ് ഒക്കെ മാറ്റി വെക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പിങ്ക് കളറും ബാക്ക് സൈഡിൽ ഒരു ഓറഞ്ച് ഷോളാണ് ഉള്ളത്. ഏത് കളറാണ് മുകളിൽ വേണമെന്നുള്ളത് അതിനനുസരിച്ച് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതൊന്നും ഇളകി വരാണ്ടിരിക്കാനായിട്ട് നിറയെ പിന്ന് കുത്തി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും ഞാൻ പിന്ന് കുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലിങ്ങനെ ഞാൻ കാണിക്കുന്നത് പോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഈ പിന്നും അഴിച്ചു മാറ്റാവുന്നതാണ്. ഇപ്പം ഞാനിതിൽ നിറയെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ എക്സ്ട്രാ തള്ളി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ നൈറ്റിയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്നും ഞാൻ കുറച്ച് ക്രോസ് പീസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇത്രയും തുണിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസസും കട്ട് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇത്രയും പീസസ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസുകളെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇപ്പം ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു വലിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തയ്ച്ചു വെച്ച പീസ് നമ്മൾ നേരത്തെ തയ്ച്ചു വെച്ചതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചീത്ത വശം മുകളിലോട്ടാക്കിയിട്ടാണ് ഈ പീസ് വെക്കേണ്ടത്. തുടക്കത്തിൽ ഇതൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇതിൻ്റെ 4 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോർണറിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വളച്ചെടുക്കാനായിട്ട് പറ്റും. അവസാന ഭാഗവും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മുകളിലുള്ള ഈ പീസ് നമുക്ക് താഴോട്ടാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ താഴോട്ടാക്കി വെച്ച ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴ്വശം. ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പഴയ ഷോളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് കാണിക്കുന്നത് പഴയ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് വെച്ച് ചെയ്യുന്ന ഒരു ഡോർമാറ്റാണ്. ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ബോർഡർ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള നീളത്തിലുള്ള പീസസ് ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നമുക്ക് ഈ ചുരിദാർ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഓരോന്നിലും 2 പീസസ് വീതം ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള കയറാണ്. ചൂടിക്കയറായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വണ്ണമുള്ള കയറാണെങ്കിൽ ഒന്നുകൂടെ നമുക്കിത് ഈസി ആയിരിക്കും. അതിനുശേഷം ഈ കയറിലൂടെ നമുക്ക് ഈ ഓരോ ക്ലോത്തിൻ്റെ പീസും ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്താൽ മതി, ഇത് ഊരിപ്പോവൊന്നുമില്ല. ഇപ്പോൾ ഒരു പീസ് ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പീസ് ഇതിനോട് യോജിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുക്കാം. കഴിഞ്ഞു പോരൊന്നുമില്ല. നമ്മൾ പശയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ തന്നെ അത് ഇരുന്നോളും. ഇങ്ങനെ നമുക്ക് ഇത് മുഴുവനായിട്ടും ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ബ്ലാക്ക് മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഈ കയറിൻ്റെ കുറച്ചുകൂടെ ഭാഗമുണ്ട്, ആ ഭാഗത്ത് ചുറ്റിക്കൊടുക്കാൻ ഞാൻ ഇതുപോലെയുള്ളൊരു മുണ്ടിൻ്റെ പീസാണ് എടുക്കുന്നത്. അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിക്കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം. നല്ല കളേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. 2 or 3 കളറുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഇത് ഞാൻ മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സൂചിയും നൂലുമാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ കയറിലും കൂടെ കൂട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ പീസ് മുഴുവനായിട്ടും ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ബ്ലാക്ക് പീസ് മുഴുവനായിട്ടും ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റാണ് ചുറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഈ വൈറ്റ് കളറ് ഏകദേശം ഇത്രയും ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ 4 ചുറ്റായിട്ടുണ്ട് വൈറ്റ് കളറ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും 4 വരുന്ന രീതിയിലാക്കിയ ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ അറ്റഭാഗം നമുക്കിങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. വാഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. നല്ല പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് കാണിക്കുന്നത് പഴയ ടീഷർട്ടും അതേപോലെ തന്നെ അരിച്ചാക്കും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡോർമാറ്റാണ്. ഇതുപോലെയുള്ളൊരു അരിച്ചാക്കിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മുടെ മാറ്റിന് ആവശ്യമുള്ള വലിപ്പത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കൊരു പഴയ ടീഷർട്ട് വേണം. ഈ ടീഷർട്ടിൻ്റെ താഴ്ഭാഗത്തു നിന്നും ഇതുപോലെ നീളത്തിലുള്ള പീസസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് വീണ്ടും ടീഷർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏകദേശം ഇതേ സൈസുള്ള പീസസ് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ വീതിയൊക്കെ വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരേ സൈസിലുള്ള പീസസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഈ ടീഷർട്ട് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും പീസസ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ പീസിനെയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ചാക്കിൻ്റെ പീസിൻ്റെ വീതിക്ക് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു ടീഷർട്ടും കൂടെ വേണം. ഞാനിവിടെ വേറൊരു കളറുള്ളതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെയിം കളർ വേണമെങ്കിലും എടുക്കാം. പക്ഷേ വ്യത്യാസമുള്ള കളറാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ നമുക്ക് 2 or 3 ടീഷർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഈ ടീഷർട്ടും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നീളത്തിൽ മുറിച്ചെടുത്തതാണിത്. ഇപ്പോൾ നമുക്ക് ഇത്രയും പീസസ് ഉണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചാക്കിൻ്റെ പീസ് നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ടീഷർട്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഈ ചാക്കിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ടീഷർട്ടിൻ്റെ പീസിൻ്റെ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ബ്ലൂ കളറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അടുത്ത കളറ് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് ബ്ലൂ ഇങ്ങനെ കാണുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് അതിന് മുകളിലൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ബ്ലൂ കളറുള്ള പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് അടുത്ത കളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഓരോ കളേഴ്സ് ഓൾട്ടർനേറ്റ് ആയി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ മുഴുവനായിട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഒപ്പമാക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ 4 അറ്റവും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ 2 സൈഡ് കവർ ചെയ്യാനുള്ള പീസസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നീളത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ പീസസ് ജോയിൻ ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ 2 പീസിനെയും ഈ മാറ്റിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ബാക്കോട്ട് ആക്കിയിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞാൻ 2 സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത 2 സൈഡുകളും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മാറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് കാണിക്കുന്നതും പഴയ ഷോളുകൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ മാറ്റാണ്.
ഇതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഷോളാണ് എടുത്തിരിക്കുന്നത്. ഈ ഷോൾ ഞാൻ പകുതിയായി മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഷോളിനെ ചെറിയതായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. ഇങ്ങനെ നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാൻ മുഴുവനായിട്ടും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഈ ഒരു ഷോളിൽ നിന്നും നമുക്ക് ഇത്രയും പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കാണിക്കുന്നതും കുറച്ച് ഷോളിൻ്റെ പീസസ്സാണ്. ഈ പീസുകളുടെയും താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഇത്രയും പീസസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു കയറാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു കയറാണ് എടുത്തിരിക്കുന്നത്. അധികം കനമില്ലാത്തതാണ്. ചൂടിക്കയർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് കനം കൂടിയ ചൂടിക്കയറോ അല്ലെങ്കിൽ ഇതുപോലത്തെ കയറോ ആണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ കനം കുറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 3 പീസസ് എടുക്കാം. നമ്മളിങ്ങനെ മടക്കിയ രൂപത്തിൽ തന്നെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ സൂചിയും നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീനിൽ വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സൂചിയും നൂലും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 3 പീസസ് ഇങ്ങനെ കൂട്ടി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ നമ്മൾ മുടിയൊക്കെ പിന്നുന്നത് പോലെ പിന്നിയെടുക്കാം. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും പിന്നിയെടുക്കണം. ഇങ്ങനെ പിന്നിയെടുക്കുമ്പോൾ ഈ ഷോളിൻ്റെ കട്ട് ചെയ്ത ഭാഗം നമ്മൾ പുറത്തേക്ക് വരാണ്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ടും പിന്നിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റഭാഗം ഊരി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുണിയിലൊക്കെ ഇടുന്ന 2 ക്ലിപ്പുകൾ വെച്ച് കുത്തി കൊടുക്കാം. ഇനി ഇതിലെ ഈ ഓരോ പീസിൻ്റെയും താഴ്ഭാഗത്ത് നമ്മൾ അടുത്ത പീസുകൾ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് സൂചിയും നൂലും തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മെഷീനിൽ വെച്ചിട്ടും ചെയ്യാം. നമ്മൾ 3 പീസുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് പിന്നിയെടുക്കാം. ഇങ്ങനെ ഈ ഷോളിൻ്റെ പീസുകളെല്ലാം തന്നെ ഇതിൻ്റെ അറ്റത്ത് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ പിന്നിയെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ പിന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റഭാഗം ഒന്ന് ഇതുപോലെ സൂചി നൂലും വെച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ എക്സ്ട്രാ നിൽക്കുന്നത് കുറച്ച് കട്ട് ചെയ്ത് കളയാം. മാറ്റി വെച്ചിട്ടുള്ള ഈ കയറെടുക്കാം. എന്നിട്ട് ഈ കയറ് ഈ പിന്നി വെച്ചതിൻ്റെ സൈഡിലൂടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കനം കൂടിയ കയറാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെ ഈ കയറ് ഇതിൽ മുഴുവനായിട്ടും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് വരെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കയറ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ പിന്നി എടുത്തത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇനി ബാക്ക് സൈഡിൽ ഇതുപോലെ സൂചി നൂലും വെച്ചിട്ട് നല്ല പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്കിത് റോൾ ചെയ്ത് മുഴുവനായിട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് അത്ര വലിയ പണിയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഷോൾ ആയതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ്. കുറച്ച് വലുതായിട്ട് നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിത് മുഴുവനായിട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ലാസ്റ്റ് ഭാഗം ഈ എക്സ്ട്രാ നിൽക്കുന്നത് ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം നല്ല പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റിച്ചിങ് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് വെച്ച് നോക്കാം. അപ്പോൾ ഇത് മറിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി ഡോർമാറ്റായി മാറിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി കാണിക്കുന്നത് പഴയൊരു നൈറ്റിയുടെ പീസും അതേപോലെ തന്നെ കുറച്ച് വെട്ട് തുണികളും വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഡോർമാറ്റാണ്. ഞാനിവിടെ പഴയൊരു നൈറ്റിയുടെ താഴ്ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുത്തൊരു പീസാണിത്. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ 2 പീസ് ഉണ്ട്. ഇനി വേണ്ടത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ക്ലോത്ത് പീസസ് ആണ്. സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഉണ്ടാവുന്ന പീസസ് എടുത്താലും മതി. കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്നില്ല. ഏത് ഷേപ്പിലുള്ള പീസായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിലെ ഓരോ പീസും മടക്കിയെടുക്കണം. മടക്കിയെടുക്കുന്ന ഈ പീസിൻ്റെ ലെങ്ത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ പീസിൻ്റെ വിഡ്ത്തിന് സെയിം ആയിരിക്കണം. ഇങ്ങനെ ഓരോ പീസും ഇങ്ങനെ ചെറുതായി നീളത്തിൽ മടക്കിയെടുക്കാം. ഇനി ചില പീസസിന് ലെങ്ത്ത് പോരാന്നുണ്ടെങ്കിൽ 2 പീസൊക്കെ വെച്ചിട്ട് ഇതുപോലെ അത്രയും നീളമാക്കിയെടുത്താൽ മാത്രം മതി. ഇങ്ങനെ എല്ലാ പീസുകളും നമുക്ക് മടക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലെ എല്ലാ പീസും നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ പീസും എടുത്തിട്ട് അതിൻ്റെ 2 അറ്റങ്ങളിലും ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നിവർന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിലെ എല്ലാ പീസിലും 2 സൈഡിലും സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നൈറ്റിയുടെ പീസ് എടുക്കാം. അതിൽ നിന്നും ഒരെണ്ണം മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പീസ് മാത്രമാക്കി വെക്കാം. ഈ പീസിൻ്റെ ചീത്ത വശം മുകളിലോട്ടാക്കിയിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റോൾ ചെയ്തെടുത്ത ഓരോ പീസും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം എല്ലാതും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്ന് കുത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ ഈ പിന്നുകളൊക്കെ നമുക്ക് ഊരിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നൈറ്റിയുടെ പീസ് എടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ പീസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത നൈറ്റിയുടെ പീസ് എടുത്തിട്ട് ചീത്ത വശം മുകളിലോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ശേഷം ഇതിൻ്റെ 4 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് ഗ്യാപ്പ് വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഈ ഗ്യാപ്പിനുള്ളിലൂടെ നമുക്കിത് മറിച്ചെടുക്കാം. ഇപ്പം ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റിച്ച് നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനുള്ളിലായിട്ട് ചതുരത്തിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ചതുരവും അതിനുള്ളിൽ ഒരു ചെറിയ ചതുരമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡോർ മാറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്